ഹേ ഗൈസ്, നമ്മളിന്ന് ഓരോ വാലിയിലേക്കുള്ള യാത്രയിലാണ്. അതെ, പെഹൽഗാമിൽ തന്നെയാണ് ഈ ഓരോ വാലി എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷെ പലരും പെഹൽഗാമിൽ വന്ന് കുറച്ച് ഗ്രാമങ്ങൾ കണ്ട് കുറച്ച് ട്രെക്കിംഗ് നടത്തി തിരിച്ചു പോകുന്നുണ്ട്. പലർക്കും ഈ ഓരോ വാലിനെ കുറിച്ച് അറിവില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇവിടെയുള്ള ചില ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ അറിഞ്ഞത്. ഇവിടുത്തുള്ളവർ തന്നെ പറയുന്നത് ഇവിടെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഓരോ വാലി. അപ്പോൾ അത് കാണാതെ പോയി കഴിഞ്ഞാൽ മിസ്സാവും. പെഹൽഗാം സിറ്റിയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. അപ്പം ഞാൻ ഇന്നലെ ഒരു 5 കിലോമീറ്ററോളം വന്നിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ഒരു ദൂരം കൂടി കയറാണല്ലോ. ബാഗൊക്കെ താഴെ വെച്ചപ്പോൾ നമ്മൾ കയറി തുടങ്ങുകയാണ്. ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മഴയാണ്, 2-3 ദിവസം കൊണ്ട് പെഹൽഗാമിൽ മഴയാണ്. നമ്മുടെ കട്ടയിൽ നിന്ന് വാങ്ങിച്ച റെയിൻകോട്ട് ഇപ്പോഴും ഉപകാരപ്പെട്ടത്. അപ്പോൾ നമ്മളിന്ന് ഓരോ വാലിയിലേക്ക് പോവുകയാണ്. ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് ഒരു വെൽക്കം ബോർഡ് ഉണ്ട്. ഏകദേശം 8 കിലോമീറ്ററാണ് ഓരോ വാലിയിലേക്ക് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവർ टिकट है भैया इधर कितना औरो वैली जाने के लिए? ओहो, केरला या हाँ, थैंक यू because I'm traveling by hitchhiking all over India without money. Yeah, without money. താങ്ക് യു. അപ്പം ഇവരെൻ്റെ അടുത്ത് പൈസ ഒന്നും വാങ്ങിച്ചില്ല. എനിവേ താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ 25 റുപ്പീസാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. പക്ഷേ നല്ല മനസ്സുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളെ വെറുതെ അങ്ങ് കയറ്റി വിട്ടു. അപ്പം ഈ റൂട്ടാണ് നമുക്ക് പോകാനുള്ളത്. കുറേ വളവും തിരിവുകളൊക്കെ ഉള്ള വഴികളാണ്. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. നൈസായിട്ടുള്ള പ്ലേസാണ്. കുറേ നല്ല വീഡിയോസ്, നല്ല വിഷ്വൽസ് ഒക്കെ കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ ഓരോ വാലി പോകുന്ന വഴി റോഡുകളുടെ പല ഭാഗങ്ങളും ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷനാണ്. അതായത് ഇപ്പോൾ ക്ലൈമറ്റ് പെട്ടെന്നാണ് ഇവിടെ ചേഞ്ച് ആയത്. മഴ പെയ്തു തുടങ്ങി. ഇനിയിപ്പം മഞ്ഞുകാലമാണ് വരുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് തയ്യാറെടുപ്പായിട്ട് ഇവർ റോഡൊക്കെ ശരിയാക്കുകയാണ്. അതുപോലെ മേലിൽ നിന്ന് കുറച്ച് പശുക്കളായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ടോ. അവർ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് അവർ അവരുടെ താഴ്വരയുള്ള വീടുകളിലേക്ക് താമസം മാറാണ്. കുറേ പേര് കഴുതപ്പുറത്ത് ലഗേജൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹായ്, फाइन, आप कैसे हो? और इधर काम चल रहा हूँ रोड का. हाँ हाँ हाँ, नीचे. ठीक है. नहीं, मैं इधर एक फैमिली के साथ रुक रहा हूँ नीचे. उसका नाम भूल गया मैं. पूरा फैमिली है उधर. അപ്പം ഇവരിവിടെ വർക്ക് ചെയ്യുന്നവർ. അവരുടെ വീടൊക്കെ താഴെയാണ്. मैं केरला से हूँ. केरला से हमारे पास भी एक कंपनी केरला का है, वो हमारे साथ रहता था इधर. अभी भी? अभी नहीं, अभी आने वाला है 4 लोग. ठीक है. आज आने वाला है केरला. हाँ 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 हाँ. वो पहलगाम इधर श्रीनगर से आने वाला है आज इधर. ओके, मैं आज इधर घूमने के बाद श्रीनगर जाएगा वापस. हाँ, इधर 5 दिन हो गया पहलगाम में. कहाँ पे आप? नहीं, मैं उधर कश्मीर वैली में काम किया था. हाँ, അപ്പം ഇന്ന് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇവർ ഒരുപാട് മലയാളീസിനൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ठीक है भैया, मैं जा रहा हूँ, बारिश. അപ്പം ഈ ഫാമിലിയൊക്കെ ഇപ്പോൾ താഴത്തേക്ക് താമസം മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേര്. ഇവിടെ വാട്ടർഫാളിലൊക്കെ ഉണ്ട് കേട്ടോ. അതെ, അവർ പല വാട്ടർഫാളുകളും റോഡിന് കുറുകെ ആയതുകൊണ്ട് പൈപ്പൊക്കെ വെച്ച് അവർ ചെയ്തിട്ടുണ്ട്. അതെ, ഫാമിലി മൊത്തത്തിൽ അവർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പശുക്കളൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് കുറച്ച് കഷ്ടമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ മഴയാണ്. സോ നമുക്ക് പതുക്കെ പോവാം. നമ്മളിതേ അടുത്ത ബോർഡിനടുത്ത് എത്തിയിട്ടില്ല. ഇവിടെ ഓരോ വാലി 6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 2 കിലോമീറ്റർ നമ്മളിപ്പോൾ നടന്നു. പിന്നെ ലിഡർവാട്ട് 16 കിലോമീറ്റർ. തർസർ മർസർ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രെക്കിംഗ് പോയിന്റ് ആണ്. 31 കിലോമീറ്റർ. അതും 3-4 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. അപ്പം അത് ഗൈഡും അതുപോലെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ പ്രിക്കോഷൻസും എടുത്തു പോകേണ്ട ഒരു ട്രെക്കിംഗ് ഏരിയ ആണ് ടർസർ മർസർ. നമുക്കൊരു തവണ പോകണം, പക്ഷെ ഇപ്പോഴില്ല. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം നമുക്കിനി 6 കിലോമീറ്ററോടെ ഓരോ വാലിയുടെ മുന്നോട്ട് നടക്കണം ഓരോ വാലി എത്താൻ. ഇവിടെ ദേ ഒരു റിവറുണ്ട്. ഇതങ്ങ് താഴെ വരെ ഉണ്ട്. ശരിക്കും ഞാൻ നടന്നു വരുന്ന വഴിയിലെല്ലാം ഈ ഒരു റിവർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് കുറച്ച് മോശമാണ്. സോ നമുക്ക് നടന്നു പോകാൻ കുറച്ച് റിസ്ക്കിയാണ്. എങ്കിലും മുന്നോട്ട്.
എന്തായാലും വളരെ ആസ്വദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു യാത്രയാട്ടോ ഈ ഒരു ഓരോ വാലി. അത് വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ആ ഒരു രസം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ നടന്ന് പോകുമ്പോൾ എന്താ പറയുക, ഇതുവരെ ഞാൻ കണ്ട വാലി, അതായത് ബൈസറൺ പോയി, കാശ്മീർ വാലി, തോണ വാലി, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുള്ള, അത് നോക്കിയേ, മേഘങ്ങളൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. പകലായിട്ട് പോലും മഴയുള്ളത് കൊണ്ട് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പോഴും മുകളിലൊക്കെ മഴ പെയ്യുന്നുണ്ടെന്നാണ് താഴെ നിന്ന് കുറച്ച് പോയി വന്നവർ പറഞ്ഞത്. സോ ഇവിടെ പോകുന്ന വഴിക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്, ഒരു 3-4 വീടൊക്കെ ഉള്ള, അതും താൽക്കാലികമായിട്ടുള്ള വീടുകൾ. അവർ കുറച്ച് ദിവസത്തിനകം തന്നെ താഴെ ഇതിൻ്റെ താഴ്വരയിലുള്ള അവരുടെ പെർമനൻ്റ് ആയിട്ടുള്ള ആ വീട്ടിലേക്ക് താമസം മാറും. തണുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഓരോ വാലി യാത്ര അതേ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പാലം കടന്ന് വേണം നമുക്ക് പോവാനായിട്ട്. പാലത്തിൻ്റെ വാഹനങ്ങളൊക്കെ ഒരുപാട് വരുന്ന റൂട്ടാണ്. ഇവിടുന്ന് കുഞ്ഞതായിട്ടാണ് ഈ ഒരു റിവർ പോകുന്നത്. കുറേ ദൂരെ എത്തുമ്പോൾ കുറച്ച് വീതി കൂടി വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ വാഹനങ്ങൾക്ക് പോകാനായിട്ട് അധികം വീതിയില്ലാത്തൊരു റോഡാണ്. പിന്നെ പലയിടത്തും കണ്ടോ ലാൻഡ് സ്ലൈഡിങ്ങിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പം തന്നെ അവർ ആ പാറയൊക്കെ ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡിങ് ഉറപ്പാണ്. അടുത്ത വാഹനം വരുന്നതിന് മുമ്പ് നമുക്ക് പാലം കടക്കാം. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ എന്താ പറയുക, നല്ല രസമുള്ളൊരു സ്ഥലം. നമ്മൾ മേലേക്ക് പോകുന്ന വഴിയിൽ നദിയുടെ തീരത്തായിട്ട് 1-2 വീടുകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അവിടെ കുറേ പേര് ഇങ്ങനെ ഇരുന്ന് പുല്ലൊക്കെ അരിയുന്നുണ്ട്. ഒരു കുട്ടി അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ടോണ്ട് ഞാൻ ചോദിച്ചു അവിടെ വീടുണ്ടോയെന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞാൽ കുട്ടിയുടെ വീടാണ് അവിടെ ആ പോകുന്ന കുട്ടി. സംസാരിക്കാനേ പറ്റുന്നില്ല, തണുത്തിട്ട് അത്രയും തണുപ്പ്. ഇവിടെയുള്ള ആൾക്കാർ ഒരു എക്സ്ട്രാ ക്ലോത്ത് പോലും ഇല്ല, നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇരിക്കുന്നത്. ഇവരെങ്ങനെയാണോ എന്തോ ഈ തണുപ്പ് സഹിക്കുന്നത്. അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ച. ഒരു ഗ്രാമമാണിത്. 2, 3, 4 വീടുകളുണ്ട് ഇവിടെ. ഹായ്, വാപ്പസാവുമേ. ഇവിടെ കാണുന്ന എല്ലാവരും ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. നമ്മളപ്പോൾ ഏകദേശം എത്താറായിട്ടൊരു 4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വാലി എത്തും. ഇവിടെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, റോഡ് വർക്കുകൾ. ബട്ട് അതിന് മുൻപായിട്ടൊരു കാര്യം, ദിസ് ഈസ് ദ വേ ടു ഹെവൻ. അതെ, സ്വർഗത്തിലേക്കുള്ള പാതയാണ്. നമ്മൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഇവിടുന്ന് കാണുമ്പോൾ തന്നെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഇവിടെ പിക്നിക് സ്പോട്ടുണ്ട്, സർഷർ പിക്നിക് സ്പോട്ട്. അത് എവിടെയാണോ എന്തോ, ഓരോ പെഹൽഗാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല, എവിടെയും ബോർഡൊന്നും കണ്ടില്ലായിരുന്നു. അവിടെ കാണുന്ന സൈൻ ബോർഡിൽ ഓരോ വാലി 4 കിലോമീറ്റർ ആണ് എഴുതി വെച്ചേക്കുന്നത്. ലിഡർ വാട്ട് 14 ആൻഡ് ടെർസർ മർസർ 29. ടെർസർ മർസർ എൻ്റെ ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ. നമ്മളിപ്പോൾ ഏകദേശം ഓരോ വാലിയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ ഓരോ വാലിയാണ്. പക്ഷെ റോഡൊക്കെ ആകെ ചെളിയാട്ടോ, നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാതെ നടന്നു കഴിഞ്ഞാൽ നടുന്തള്ളി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത് മാത്രമല്ല, ഇത് ശരിക്കും ഒരു വാഹനം ഒരു സമയം ഒറ്റൊരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റില്ല. ചെറിയൊരു കാറാണെങ്കിൽ പോലും അത്രയും ചെറിയ റോഡാണ്. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ എന്താ പറയുക, കണ്ടിട്ടും മതിയാവുന്നില്ല. എന്തൊക്കെ ഒരു അത്ഭുത ലോകത്തിലെത്തിയ ഒരു ഫീലാണ് എനിക്കുള്ളത്. അങ്ങനെയുള്ള കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുന്നത്. ഈ നദി നമ്മൾ താഴ്ന്നേ കാണുന്നത്, പെഹൽഗാമെന്ന് കാണുന്നത്. പെഹൽഗാമല്ല, അതിനു മുൻപ് അനന്തനാഗെന്ന് കാണുന്നതാണ് ഈ ഒരു നദി. ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴും എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അവിടെ കുറച്ച് CRPFകാരാന്ന് തോന്നുന്നു, കുറേ പേര് നിൽക്കുന്നുണ്ട്. അവിടെ റോഡ് കുറച്ച് റിസ്ക്കാണ്. നോക്കി പോകാം നമുക്ക്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഓരോ വാലി ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഫുള്ളായിട്ട് CRPF അവരുടെ ഏരിയ ആണ്. കുറേ വണ്ടികൾ നിൽക്കുന്നുണ്ട്. എന്തിനാന്ന് പോലും അറിയാണ്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും അങ്ങോട്ട് കയറി ചോദിക്കാൻ പോയില്ല. ചിലപ്പം എന്തെങ്കിലും പറഞ്ഞ് പണി കിട്ടിയാലോ എന്ന് പേടിച്ചിട്ട് ചോദിച്ചില്ല. ഇവിടുന്ന് അത്രയും ദൂരം വാഹനങ്ങളുണ്ട്. ഇവിടുന്ന് കുതിരയിൽ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു ബിസിനസ്സിൻ്റെ ഏരിയ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമുക്ക് നടന്ന് പോകാം.
അപ്പം ഇതേ കുറേ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില വാഹനങ്ങൾ മാത്രം അവരവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ചിലത് അങ്ങനെ കടത്തിവിടുന്നുമുണ്ട്. അപ്പം നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം അനങ്ങാതെ. എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങോട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അനങ്ങാതെ നമുക്ക് കയറി തുടങ്ങാം. നമ്മളിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് ഓരോ വാലി. അപ്പം ഓരോ വാലിക്ക് ഇത് ഇവിടെ ഒരു പാലമുണ്ട് കുഞ്ഞത്, അത് കടന്ന് വേണം അപ്പുറേ അങ്ങോട്ട് പോകാനായിട്ട്. ആ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത്രയും നേരം കണ്ടിരുന്ന ആ ഒരു പുഴയുണ്ടല്ലോ, അതിവിടെ നമുക്കൊരു വാട്ടർഫോൾ ആയിട്ട് കാണാൻ പറ്റും. മേലെ ഇങ്ങനെ ഒഴുകി വരുന്നത്, അതിൻ്റെ കുറുകെയാണ് ആ പാലം ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. മഴ പെയ്ത കാരണം റോഡ് ആകെ ചെളി പിളിയാണ്, ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതർവൈസ് നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു, അല്ലെങ്കിൽ നല്ല രസമുള്ളൊരു യാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ വളരെ മനോഹരമായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇതിലെ ഇങ്ങനെ മുകളിലേക്ക് കയറാം. അങ്ങനെ അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് ഓരോ വാലി 0 കിലോമീറ്റേഴ്സ്. അപ്പം ഇത് മൊത്തം ഇവിടുന്ന് ഇങ്ങോട്ട് ഓരോ വാലിയാണ്. അപ്പം എനിക്കോട് ഈ ഒരു വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാലിയിൽ എത്തുമെന്ന്. ലിഡർ വാട്ട് 10 കിലോമീറ്റേഴ്സാണ്. കുതിരപ്പുറത്ത് പോകാനായിട്ട് 1.5 മണിക്കൂറുണ്ട് അത്ര ലിഡർ വാട്ടിലേക്ക്. പറ്റുവാണെങ്കിൽ അതോടെ പോകണമെന്നുണ്ട്. ടർസർ മർസർ എന്തായാലും എത്തണം, നടക്കത്തില്ല. സോ വളവ് തിരിഞ്ഞ് നമ്മൾ ഓരോ വാലിയിലേക്ക്. അപ്പോൾ ഓരോ വാലിയുടെ ആധികാരികമായിട്ടുള്ള ബോർഡ് കണ്ടു, പെഹൽഗാം ഡെവലപ്മെൻറ്റ് അതോറിറ്റി. പെഹൽഗാം മൊത്തം ഇങ്ങനെ മരത്തിൻ്റെ ബോർഡുകളാണ് ഉള്ളത്. ഇവിടുന്ന് ലിഡർ വാട്ട് 12 കിലോമീറ്റേഴ്സ് ഉണ്ട്, ടർസർ 23, കോൽഹായ് 27. ഈ കോൽഹായ് ഇങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഈ ആൾട്ടിറ്റ്യൂഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2423.25 മീറ്റർ ഹൈറ്റാണ് ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്ന്. സോ ഇങ്ങോട്ടാണ് ഓരോ വാലി. ഇവിടെ ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട്. ഇതേ കുറച്ച് പേര് റോഡിലൂടെയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ഗോതമ്പ് വളർത്തുന്നുണ്ട്, പക്ഷെ ഒരിക്കലും ഗോതമ്പ് ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത്. അത് ഇവിടുത്തെ പശുക്കൾക്ക് തിന്നാൻ വേണ്ടിയാണ് ഇവിടെ ഇവർ ഗോതമ്പ് വളർത്തുന്നത്. കുറച്ച് ആൾക്കാർ റോഡിലുണ്ട്. പിന്നെ 2 കുതിരകളും കുറച്ച് സ്കൂളിൽ പോകുന്ന യൂണിഫോം ഇട്ട കുട്ടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രെക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയ ചെറിയ ഹോട്ടൽസ്, ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. ചെറിയ വീടുകളൊക്കെ ഉണ്ട്. ശരിക്കൊരു ഗ്രാമം ആണിത്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വാലിയിലേക്ക് പോകേണ്ടത്. അപ്പം എല്ലാവരും നമ്മൾ താഴെ നടന്നോന്ന് പറയുമ്പോൾ അത്ഭുതത്തോടുകൂടിയാണ് അത് കേട്ട് നിൽക്കുന്നത്. റോഡ് ഇവിടുത്തെ വഴികൾ അത്ര വൃത്തിയില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഓരോ വാലിയിലേക്ക് പോകാനായിട്ട് നമുക്ക് 2 വഴിയുണ്ട്. അതായത് അവിടെ കുറച്ച് ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ, അതിലൊരു വഴിയുണ്ട്. അത് കുതിരയ്ക്ക് പോകുന്ന വഴിയാണ്. നോർമലി നമുക്ക് ഷോർട്ട് കട്ട് ഇവിടെ എൻ്റെ ബാക്കിലൊരു ഗേറ്റ് കാണുന്നുണ്ട്. ഈ ഗേറ്റ് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ കുറച്ച് ദൂരം മുൻപിലേക്കാണ് ചെന്നെത്തുക. അപ്പം നമ്മളെന്തായാലും കുതിരയിൽ പോകാനുള്ള പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഷോർട്ട് കട്ട് വഴി അങ്ങ് കയറാം. നമ്മളപ്പോൾ ഇതിലെയാണ് വരേണ്ടിയിരുന്നത്. ഈ റോഡ് ഇവിടെ അവസാനിക്കും, ആ വാഹനങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് റോഡ് അവസാനിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെയാണ് മേലേക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് ഷോർട്ട് കട്ട് വഴി വന്നുകൊണ്ട് കുറച്ച് മുൻപിലേക്ക് എത്തി. എന്നിട്ട് ഇതാ ചേട്ടൻ പോകുന്നുണ്ടോ, ആ വഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ളത്. പോയി കഴിഞ്ഞാൽ കുന്നിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്തോ കാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം കുറേ പേര് മണ്ടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ച് ടാസ്ക്കാണ്, എന്നാലും പതുക്കെ കയറി തുടങ്ങാം. നമുക്ക് വഴിയിൽ 2-3 വരെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ വീട് അതിൻ്റെ മേലെയാണ്. അപ്പം ഇവർ വീട്ടിലേക്കാണ് പോണത്, നമ്മൾ ഇവരുടെ പിറകെ പോവുകയാണ്. ആ കുട്ടിക്ക് എത്ര ഈസി ആയിട്ടാണ് കയറി പോകുന്നത്. നമുക്ക് എത്ര ടാസ്ക്കാണ് ഇത്, കാരണം അവർക്കിത് ശീലമായി, അത് വേറെ കാര്യം. അപ്പം നമ്മൾ ഈ താറാ കുഞ്ഞുങ്ങൾ പോകുന്ന പോലെ അവരുടെ പിറകെ നമ്മളിങ്ങനെ പോവുകയാണ്. അവർക്ക് ഈ വഴിയാണ് പോകേണ്ടിയിരുന്നത്. അപ്പം അവർ ഇവിടുന്ന് ഡൈവേർട്ടായി, നമുക്ക് ഇങ്ങോട്ട് പോകാം. ആ ചേട്ടൻ ആ പാറയുടെ മണ്ടയിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പം അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ. നമ്മളങ്ങനെ നടന്ന് ഒരു കുന്നിൻ്റെ മണ്ടയിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ ഈ ഒരു വഴിക്ക് പോയിട്ട് കുറച്ച് അപ്പുറത്താണ്
ഓരോ വാലിയിൽ നിന്നാണ് താഴെ നിന്ന് കണ്ട ഒരു ചേച്ചി പറഞ്ഞത്. ഇവിടെ ആൾക്കാർ പോയതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക് കവറുകളും കുറേ കിടപ്പുണ്ട്. അപ്പോൾ വഴി തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് താഴ്വരെ ആയിരിക്കണം ഓരോ വാലി എന്നാണ് എൻ്റെ ഒരു നിഗമനം. പോയോക്കാം. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തൊരു വാലി ഉണ്ടെന്നാ പറഞ്ഞത്. എന്തോ ഗ്രീൻ ടോപ്പ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷെ ഈ പോകുന്ന വഴി ആകെ അതെ ചവിട്ടുമ്പോൾ വെള്ളം മേലേക്ക് വരുന്നുണ്ട്. എൻ്റെ ഷൂ മൊത്തം ഇപ്പം തന്നെ നനഞ്ഞു. എന്തായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഷൂ നനഞ്ഞാലും നമ്മൾ മേലേക്ക് കയറിയിട്ട് തിരിച്ചു പോകത്തുള്ളൂ. ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം ദേ ഇവിടെ ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പോവാം. അവിടെ എന്തോ എനിക്ക് തോന്നുന്നു ഗസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ സംഭവങ്ങളും അവിടെ കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. മേ ബി അതൊരു ഗ്രാമവും ആവാം. നമുക്കെന്തായാലും അവിടെ പോയി നോക്കണം. അതിനു മുമ്പ് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാം. ഫൈനലി നമ്മൾ ഓരോ വാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ രണ്ട് കുട്ടികളെ കിട്ടി. आपका नाम शमीमा और शास्ता. റയർ നെയിംസ്, നൈസ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഹരിയാനയിലുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇവർ വെള്ളൊരു ടീമാണ്, പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറത്തൊരു ഏറുമാടമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറാനായിട്ട് ട്രൈ ചെയ്യണം അവർ. അപ്പോൾ എനിക്കാരും കിട്ടണ്ടായപ്പോൾ ഞാൻ അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ജസ്റ്റ് അവർ ശ്രീനഗറിലോട്ടാണ്. അപ്പം നമുക്ക് ഒരു ലിഫ്റ്റ് സെറ്റാക്കാമെന്നുള്ള രീതിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഹരിയാന കർണാൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറഞ്ഞിരുന്നു. ജസ്റ്റ് നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് തിരിച്ചു പോകാം. മേ ബി തിരിച്ചു പോകാനുള്ളതും വണ്ടി ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുമായിരിക്കാം. നമുക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും. ഇവർ 5 പേരുണ്ട്, നോക്കാം. ഓരോ വാലി ശരിക്കും ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇത് പിന്നെ കുറച്ച് മേലെയായിട്ടൊരു ഗ്രാമമുണ്ട്. താൽക്കാലികമായിട്ട് നമ്മൾ നോർമലി അവിടെ കശ്മീർ വാലിയിലൊക്കെ കണ്ടതുപോലെ അവർ മരം കൊണ്ട് വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം നമ്മൾ വൈകും. കാര്യം ഓൾമോസ്റ്റ് ഇപ്പം 3:30-4 o'clock ആയിട്ടുണ്ട്. അപ്പം ഇവരെന്നെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തിരിച്ചു പോവുകയാണ്. കാര്യം എനിക്ക് അത്ര നേരം നടന്നു പോകണ്ടല്ലോ. സോ താൽക്കാലികമായിട്ട് നമ്മൾ ഓരോ വാലിയോട് ബൈ ബൈ പറയാണ്. പക്ഷേ ടാർസൻ മാസൻ ഇപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളിവിടേക്ക് തിരിച്ചു വരും. ആ സമയത്ത് ഒന്ന് വിശാലമായിട്ട് കാണാം. അപ്പം ഇപ്പം തിരിച്ച് പെഹൽഗാമിലോട്ട്. നമ്മളപ്പോൾ ഏതോ വഴിയിലൂടെ കയറിപ്പോയിട്ട് ഏതോ വഴിയിലൂടെ തിരിച്ചിറങ്ങി ഓൾമോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ട്. ഈ പാറയാണ് നമ്മൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മറ്റേ ചെറുക്കിന് ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തൊരു പാറയാണത്. അപ്പം നമ്മളിനി താഴേക്കാണ്. മലയാളം. സോ ഇവിടുന്ന് താഴെ കാണാം. ഡയറക്റ്റ് പോയ ഈ വഴി പോകുന്നത് താഴേക്കാണ്. ഇപ്പം നമ്മളുള്ളത് ഇതിൻ്റെ ഏറ്റവും താഴത്താണ്. നമ്മളിനി തിരിച്ചു പോകും. അപ്പം ഇവരെന്നെ താഴെ വരെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞാനും ആരെങ്കിലും കിട്ടിയാൽ പോവാന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്തതും കുറച്ചുകൂടിയും താഴെ ഇവിടെ എവിടെയോ ആണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ പാർക്കിംഗ് എന്തോ ആണ്. അപ്പം നമ്മൾ വന്നത് ഈ ഒരു വഴിയാണ്. ഇതിലൂടെയാണ് താഴേക്കുള്ള റോഡ് പോകുന്നത്. അപ്പം ഇവിടെ കുറേ കാശ്മീരി ഡ്രസ്സുകളുടെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്. നല്ല പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ.
പക്ഷെ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നമ്മളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമുക്ക് കേരളത്തിൽ നിന്ന് 2 പിള്ളേരെ കിട്ടുന്നത്. ഈ KL ബൈക്ക് ഞാൻ KL കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇവർ 2 കേരളത്തിൽ നിന്നാണ്. അവർ ലഡാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നിങ്ങളുടെ പേരൂടെ പറഞ്ഞോ. ഐവിൻ, ജോ, 2 പേരും മറന്നുപോയി. കോട്ടയം കാഞ്ഞിരപ്പള്ളി. അപ്പോൾ കാഞ്ഞിരപ്പള്ളി അച്ചായന്മാരാണോ? ഇവർ 2 കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. അവർ ശ്രീനഗർ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്ന ആൾക്കാരാണ്. എനിവേ ഓൾ ദ ബെസ്റ്റ്. അപ്പം നമ്മൾ ഇവരുടെ കൂടെ യാത്ര തുടരാണ്. ബൈ. അങ്ങനെ ഓരോ വാലി കണ്ടു, കുറേ പേര് പരിചയപ്പെട്ടു, എല്ലാവരും യാത്രയാക്കി. നമ്മളിതേ തിരിച്ച് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പം ഇന്നത്തെ യാത്ര നൈസായിരുന്നു. കുറേ കാഴ്ചകൾ കാണാൻ പറ്റി. മഴ ഉണ്ടായിരുന്നത് മാത്രമാണ് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയത്. മൊത്തം ഷൂസും എല്ലാം നനഞ്ഞ് ആകെ നാശമായിട്ട്. അപ്പം ഇന്നത്തെ ഓരോ വാലി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇതിൽ നല്ല കാഴ്ചകളായിട്ട് കാണാൻ പറ്റത്തേന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കണം, അതേപോലെ പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കല്ല, പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.